അസ്സലാമലൈക്കും. ബൈ എല്ലാവർക്കും ഈദും പറ. അപ്പൊ ഇന്നാണ് നമ്മളെല്ലാരും കാത്തു നിന്ന ബലി പെരുന്നാ. ഈ പെരുന്നാക്കങ്ങ് പള്ളിക്ക് നേരത്തെ എത്തണമെന്ന് വിചാരിച്ചിട്ട് അബീനും കാക്കാണ്ട് ഇപ്പൊ നമ്മ മൂന്നാൾ തന്നെ പള്ളിക്ക് പോവാണ്. പുറത്തേക്ക് ഇത് കാണുമ്പോ ഷൂവിന്റെ കവർ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. പെരുന്നാക്ക് കിട്ടുന്ന പൈസ എല്ലാം എടുത്ത് വെക്കാൻ ബാറന്നെ 400 രൂപ കൊടുത്തിട്ട് ബാഗ് മേങ്ങിനി ഞാൻ. അങ്ങനെ മുൻപത്തെത്തിയിട്ട് പാലം കടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. ഇതിന്റെ അടുക്ക് മെയ് മാസത്തിൽ വരെ മഴ വന്നിട്ടാകുമ്പോ ഇവിടെ മാട് എന്ന് പറയുന്ന സാധനം കാണുന്നുണ്ടായിട്ട. പിന്നെ സ്കൂള് തുടങ്ങിയ പിന്നെ മയം പോയി ലീവും പോയി. അങ്ങനെ ഇപ്പൊ പതിവിന് വിപരീതമായിട്ട് നമ്മൾ ലാസ്റ്റ് പള്ളിക്ക് നേരത്തെ എത്തിയിട്ടുണ്ട്. ഉള്ളിലുള്ള വൺ സൈഡ് ലവ് പുറത്ത് പറഞ്ഞിട്ടാകുമ്പോ നോ എന്നുള്ള ആൻസറിന്റെ സൈഡ് എഫക്ട് ആണ് ഇപ്പൊ നിങ്ങൾ സിനാനിലൂടെ കാണുന്നത്. പിന്നെ പെരുന്നാൾ നിസ്കാരവും ഹുതുബെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും കെട്ടിപ്പിടുത്തോ ആലിംഗനെല്ലാം തുടങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ പുതിയ വ്ളോഗർ റഫാൽ. പിർസത്തിൽ നമ്മൾ എല്ലാവരും അവന്റെ ബമ്പ് റഫാലിന് വിളിക്കും. പിന്നെ നല്ല പായസെല്ലാം കുടിച്ചിട്ട് നല്ല പിക്ക് എടുക്കാനും വേണ്ടിട്ട് രജനീകാന്തിനെ പോലെ കണ്ണാടി ഇടാൻ നോക്കിയതാണ്. സത്യം പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മൂഞ്ചി. നിസ്കാരത്തിന് മുമ്പ് കുർത്ത് കെട്ടിട്ട് നടന്ന പിള്ളേരാണ് ഇപ്പൊ അന്നാട്ടും കടയിൽ. പിന്നെ എല്ലാ പെരുന്ന പോലെ എല്ലാ പൊരയും കയറി ഇറങ്ങാൻ തുടങ്ങി. അപ്പാണ് നമ്മളെ നാട്ടിലത്തെ റൈഡർ കണ്ണാപ്പിക്ക് അങ്ങനെ കാണുന്നത്. ഇത് ചെക്കന് ദുബൈന്ന് ഷൂ ഇമ്പോർട്ടഡ് ആയിട്ട് ഇറക്കിയെന്നാണ് ഉദ്ദേശിച്ചത്. ഐഫോണെല്ലാം ഉണ്ടെന്നേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. അങ്ങനെ ഈ ബോളമാറ് നമ്മൾ ഇവിടുന്ന് തച്ചു പായിച്ചു. ഞാനിവിടെ മുടി സെറ്റ് ആക്കുന്ന കണ്ടിട്ടാകുമ്പോ യോൻക്ക് യോന്റെ മുടി പാരണാലോ. പിന്നെ മുടിയില്ലാത്ത യോൻ എന്തിനു മുടി പാരുന്നത്? എന്നെ വ്ളോഗിൽ കാണിക്കണോന്നുള്ള സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മളെ ഫൈസൽ ചാനൽ നമ്മൾ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ നാട്ടിലെ മൊഞ്ചനും നമ്മളെല്ലാവരും ഫോട്ടോ എടുത്തിരുന്നത് നമ്മളെ നൗഫൽ ചാ. അപ്പൊ ഇങ്ങനെയുള്ള ഫോട്ടോ എടുക്കുന്ന നിങ്ങളെ ചങ്കിനിവിടെ മെൻഷൻ ചെയ്തോ. അപ്പുറത്ത് നമ്മൾ അർഫാദാണെങ്കിൽ യൂറോപ്യൻ കോൺസെപ്റ്റിൽ ഇരുന്നാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് പോസ് കൊടുത്തിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞിട്ട് യാത്ര തുടരുന്നതിന്റെ ഇടയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. ദാടെ പോയയില് കുളിക്കുന്ന തെങ്ങ് 400 രൂപ കൊടുത്തിട്ട് ബാഗ് മേങ്ങിട്ടാൻ കൈമ്പൂർപ്പ് ഇടാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മളെല്ലാരും കൂടിയിട്ട് സെക്കിച്ചാന്റെ പൊരുക്കായിട്ട് ആടുന്ന് ബിരിയാണി കഴിച്ചു. പിന്നെ ഇതാണ് നമ്മള് സെക്കിച്ച. പിന്നെ ഇവിടുന്നൊരു വിന്റേജ് ബെൻസ് കണ്ടിട്ടാകുമ്പോൾ 2 പിക്കും കൂടി പാസ്സാക്കി. അങ്ങനെ എല്ലാ കലാശക്കൂട്ടും കഴിഞ്ഞിട്ട് എല്ലാ പേരുന്ന പോലെ തന്നെ വൈകുന്നേരമായിട്ടാകുമ്പോഴത്തേക്ക് അടൂർ മാമന്റെ അടുത്തേക്ക് വിട്ടു. പോകുന്ന ബൈക്കാണ് നമ്മൾ നല്ല അടിപൊളി റയർ വ്യൂ കാണുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് നിങ്ങളെ ചങ്കിനിവിടെ മെൻഷൻ ചെയ്തോ. പിന്നെ ചെറുക്കലത്തെ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഒറ്റ കമ്പി ഉണ്ടായ സീറ്റ് 3 കമ്പിയാക്കിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവല്ലോ. അങ്ങനെ ലാസ്റ്റ് നമ്മ മാമന്റെ പൊരുക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ബൈ.